ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജ എല്ലാ സത്യവും തിരിച്ചറിയുകയാണ്. അലീന തൻ്റെ മകളാണെന്നുള്ള സത്യം വൈജ തിരിച്ചറിഞ്ഞു. ഗംഗേട്ടനാണ് വൈജയോട് എല്ലാം തുറന്നു പറഞ്ഞത്. വൈജയുടെ നിരന്തരമായുള്ള ഓരോ ചോദ്യത്തിനും മറുപടി പറയേണ്ടതായി വന്നു. അങ്ങനെയാണ് ഗംഗേട്ടൻ അത് തുറന്നു പറഞ്ഞത്. ഗംഗേട്ടൻ പറഞ്ഞ ഓരോ വാക്കുകളും ഓർത്തെടുത്ത് വൈജ അലറിക്കരയുന്നുണ്ട്. ഗംഗേട്ടനും മാലതിക്കും വൈജയെ നിയന്ത്രിക്കാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയാണ്. ഒരുപാട് തവണ ഗംഗേട്ടൻ വൈജയോട് പറയുന്നുണ്ട്, നീ ഒന്ന് സമാധാനിക്കേ, എന്തെങ്കിലും പോവഴി നമുക്ക് ഉണ്ടാക്കാം എന്ന് വൈജയോട് അവർ പറയുന്നുണ്ടെങ്കിലും അവൾ എങ്ങലടിച്ച് പൊട്ടിക്കരയുകയാണ്. അങ്ങനെ കുറേ നേരം അവൾ ഓരോന്നൊക്കെ ആലോചിച്ചിരുന്നിട്ട് വീണ്ടും ഗംഗേട്ടൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ഗംഗേട്ടൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് വേണം ഗംഗേട്ട, എൻ്റെ മകളെ ഒരിക്കൽ എന്നിൽ നിന്ന് തട്ടിയെടുത്തതാണ് നിങ്ങൾ. ഞാൻ പറഞ്ഞതല്ലേ ആ കുഞ്ഞിനെ കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാന്ന്. നിങ്ങളുടെ കൺമുന്നിൽ വരില്ല എന്ന്. അന്ന് നിങ്ങളത് സമ്മതിച്ചില്ലല്ലോ. ഇപ്പോൾ അന്നൊരിക്കൽ ഞാൻ ചെയ്തു പോയ തെറ്റിന് ജീവിതകാലം മൊത്തം നിങ്ങൾ എന്നെ ശിക്ഷിച്ചതുപോലെയായില്ലേ. ശരിക്കും നിങ്ങൾ എന്നോട് ഇത്രയധികം ക്രൂരത ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് വൈജ പൊട്ടിക്കരയാണ്. എനിക്കെൻ്റെ മകളെ തിരിച്ചു വേണം. അപ്പോൾ ഗംഗേട്ടനെ ചിന്തിക്കുകയാണ്, ശരിയാണ്, അവൾ ചോദിച്ചതും പറഞ്ഞതും എല്ലാം ശരിയാണ്. അന്നേ അവളെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ ഞങ്ങൾ 3 ആങ്ങളമാരും അതേപോലെ അച്ഛനും ഉണ്ടായിരുന്നു. അന്നത് ചെയ്തില്ല. അന്ന് കുടുംബ പാരമ്പര്യവും മഹിമയും ചിന്തിച്ച് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു. ആ കുഞ്ഞിനോടും വൈജയോടും ചെയ്തത് വല്ലാത്തൊരു ക്രൂരത തന്നെയാണ്. അന്നത്തെ സാഹചര്യം വെച്ച് അന്നതേ മാർഗമുണ്ടായിരുന്നുള്ളൂ. വൈജയന്തി ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും മറുപടി പറയാൻ കഴിയാതെ നിൽക്കുകയാണ് വൈജ അപ്പോഴും പിന്നെയും ചോദിക്കുകയാണ് ഗംഗേട്ടനോട്, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ഗംഗേട്ടൻ എനിക്ക് തന്നില്ല. എനിക്ക് എൻ്റെ മകളെ തിരിച്ചു വേണം. ഇനിയും ഏട്ടൻ ഇതിനൊരു മറുപടി എനിക്ക് തന്നില്ലെങ്കിൽ മുന്നും പിന്നും നോക്കാതെ ഞാൻ തുനിഞ്ഞിറങ്ങും. എനിക്ക് എൻ്റെ ഭർത്താവിനെയോ ഞാൻ പ്രസവിച്ച എൻ്റെ 3 മക്കളെയോ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. അതിനൊന്നും എനിക്കൊരു മുൻഗണന കൊടുക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ മകളെ കിട്ടിയേ പറ്റൂ. അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും. വൈജയുടെ സംസാരവും പ്രവൃത്തിയൊക്കെ ഉണ്ട്. ദേഷ്യം വന്ന് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, വൈജ, നീ പറയുന്നുണ്ടല്ലോ നിന്റെ മകളെ നിനക്ക് വേണമെന്ന്. അവൾ നിന്നെ സ്നേഹിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ചെയ്തതെല്ലാം പുറത്ത് അവൾ മാപ്പ് തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ അതിനെപ്പറ്റി എന്താ ചിന്തിക്കാത്തത്? കഴിഞ്ഞ 23 വർഷമായിട്ട് ഏതോ ഒരമ്മയുടെ ചൂട് പറ്റി എവിടെയോ വളർന്നവളാണവൾ. അവളെ എന്തെല്ലാം അപമാനങ്ങൾ ശ്രമിച്ചു, എന്തെല്ലാം സഹിച്ചു ക്ഷമിച്ചുമാണ് അവൾ ഇവിടം വരെ എത്തിയത്. അവൾ ഏതെല്ലാം വീട്ടിൽ കയറി ഇറങ്ങിയാണ് ഇവിടം വരെ എത്തിയതെന്ന് നിനക്കറിയുമോ? അവളുടെ ഉള്ളിൽ ദീപത്വവും സ്നേഹവും മഹത്വവും ഉള്ളതുകൊണ്ടാണ് നീ പ്രസവിച്ച നീ വളർത്തിയ 3 മക്കളെക്കാട്ടിലും ഒരു കളങ്കവുമില്ലാതെ അവളിങ്ങനെ നിൽക്കുന്നത്. എന്തിൻ്റെ കുറവാണ് നീ വളർത്തിയ 3 മക്കൾക്ക് ഉണ്ടായിട്ടുള്ളത്? എന്നാൽ അതിലെന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പാവം പെൺകുട്ടി അവിടെ ഇവിടെയും ഒക്കെ അലഞ്ഞത്. എന്നാലും അവൾക്ക് ഇതുവരെ കിട്ടിയതെല്ലാം അവൾക്ക് ഏറ്റവും വലുത് തന്നെയാണ്. ആ പെൺകുട്ടി പാവം, അവൾ നിന്നോട് കെഞ്ചി അപേക്ഷിച്ചിട്ടില്ലേ വൈജയ്? നീ വയ്യാതെ കിടന്ന സമയത്ത് അവൾ നിന്നെ നോക്കിക്കോട്ടെ എന്ന്. എന്നിട്ട് നീ അത് സമ്മതിച്ചോ? നിന്റെ സമ്മതമില്ലാതെ തന്നെ അവൾ എത്ര വട്ടം നിന്നെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ട്. എന്നിട്ടും നീ എത്ര വട്ടം അവളുടെ മുഖത്ത് നോക്കി പിഴച്ച തള്ളയ്ക്ക് ജനിച്ചവളെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും നീ അറിഞ്ഞില്ല നിന്റെ ഒരു കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് നീ നിന്നെ തന്നെയാണ് ഇതെല്ലാം വിളിക്കുന്നതെന്ന്. അന്നൊന്നും നിനക്കൊരു ശകലം പോലും തോന്നലെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നീ ഇങ്ങനൊരു തെറ്റ് ചെയ്തിരുന്നുവെന്ന്? അവള് നിന്റെ മകളാണെന്ന് നീ അറിയണ്ട. എന്നാലും അവളും ഏതോ ഒരമ്മ പ്രസവിച്ച മകളാണെന്നുള്ളൊരു ചിന്തയെങ്കിലും നിനക്ക് വന്നോ? അന്ന് അച്ഛനില്ലാതെ പ്രസവിച്ച നിന്റെ മകളുടെ മുഖം ഒരിക്കലെങ്കിലും നിന്റെ ഉള്ളിലേക്ക് വന്നിരുന്നെങ്കിൽ നീ അന്ന് ആ കുഞ്ഞിനോട് എന്തെങ്കിലും പറയുമായിരുന്നോ എന്നൊക്കെ ദേഷ്യത്തോടെയുള്ള ഗംഗേട്ടൻ്റെ ചോദ്യമൊക്കെ കേട്ട് ഗംഗേട്ടൻ്റെ ഭാര്യ മാലതി പറയുന്നുണ്ട്, മതിയേട്ട, ഇനിയെങ്കിലും ഒന്ന് നിർത്ത്. അവൾ ആകെ തകർന്ന് നിൽക്കുകയാണ്. എന്തൊക്കെയായി പറയുന്നേ എന്നിങ്ങനെ പറയാണ്. അപ്പം ഗംഗേട്ടൻ പറയാണ്, തളർച്ച അതെല്ലാവർക്കും ഉണ്ട്. അവൾ മാത്രം ഇങ്ങനെ കിടന്ന് അലറിയതുകൊണ്ട് എന്താണ് കാര്യമുള്ളത്? അവളിപ്പോൾ മറ്റൊരുത്തൻ്റെ ഭാര്യയും അവൻ്റെ 3 മക്കളുടെ അമ്മയുമാണ്. മുന്നും പിന്നും ചിന്തിക്കാതെ എനിക്കെൻ്റെ മകളെ വേണമെന്ന് അലറി വിളിച്ചതുകൊണ്ട് എന്താണ് കാര്യം? ഇപ്പോൾ എന്ത് കണ്ടിട്ടും അടങ്ങി നിൽക്കുന്ന ബാലേന്ദ്രൻ ഇവൾ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുമെന്നാണ് വിചാരിക്കുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. വൈജ ഇതെല്ലാം അറിയുന്നത് വരെയാണ് ബാലേന്ദ്രൻ്റെ മൗനം. വൈജ ഇതെല്ലാം അറിഞ്ഞുവെന്ന് അറിയുന്ന സമയത്താണ് ബാലേന്ദ്രൻ്റെ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഉത്തമനായ ഭർത്താവാണ് ബാലേന്ദ്രൻ.
അല്ലായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? എല്ലാവരും കൂടെ പറഞ്ഞു പറ്റിച്ച് അയാളെ വിവാഹം ചെയ്യിപ്പിച്ചു. അതും അവൻ്റെ സ്വത്തും പണമൊന്നും പോരാ എന്നും പറഞ്ഞ് ആട്ടിവിട്ട അതേ വീട്ടിൽ നിന്ന് തന്നെ അവന് പെണ്ണു കൊടുത്തു. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അയാൾ നേരിട്ട് എന്നെ മുഖത്ത് നോക്കി ചോദിച്ചതാണ്, അറിഞ്ഞുകൊണ്ട് എന്നെ ചതിച്ചതല്ലേ എന്ന്. നീയും അത് കേട്ടതല്ലേ എന്നിങ്ങനെ മാലതിയോട് ചോദിക്കുകയാണ് ഗംഗേട്ടൻ. അപ്പോൾ മാലതിയും പറയാണ്, ശരിയാണ് വൈജയ്, നീ ഇങ്ങനെ മുന്നും മുന്നും ചിന്തിക്കാതെ എൻ്റെ മകളെ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല. ഇപ്പോൾ നിനക്ക് ചെയ്യാൻ കഴിയുന്നത് നീ നിൻ്റെ മകളാണെന്ന് അറിഞ്ഞുകൊണ്ട് അവളെ പോയിന്ന് കാണുക എന്നുള്ളത് മാത്രമാണ്. ഏട്ടത്തി, ഞാനൊരു മഹാഭാവിയാണ്. ഇത്രയും നാളും എൻ്റെ സ്വന്തം മകൾ എൻ്റെ കൺമുന്നിലുണ്ടായിട്ട് ഞാൻ അവളെ ഒന്ന് തിരിച്ചറിയുക പോലും ചെയ്തില്ല. ഞാൻ ആ കുഞ്ഞിനോട് എന്തെല്ലാം ദ്രോഹമാണ് ചെയ്തത്. ഒരിക്കലെങ്കിലും ഞാൻ എൻ്റെ മരിച്ചു പോയെന്ന് പറഞ്ഞ് ആ കുഞ്ഞിൻ്റെ മുഖം ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അലീനയോട് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അറിഞ്ഞില്ല ഏട്ടത്തി, ഞാനൊന്നും അറിഞ്ഞില്ല. എൻ്റെ കുടുംബം നശിപ്പിക്കാൻ വന്ന ഏതോ ഒരുത്തി എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നുകൂടി പറയാം. പക്ഷേ ബാലേന്ദ്രന് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നില്ലേ അലീന? പിന്നെ എന്തിൻ്റെ പേരിലാണ് അവളുടെ അച്ഛനെ കണ്ടുപിടിച്ച് അയാളുടെ കൂടെ അലീനയെ പറഞ്ഞു വിട്ടത്? പിന്നെ എന്തിനാണ് ഈ വീട്ടിൽ നിന്ന് അവളെ പടിയിറക്കി വിട്ടത് എന്നിങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗംഗേട്ടൻ പറയാണ്, വൈജയ്, അത് നിന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. നീ ചെയ്തു കൂട്ടിയതിനും പറഞ്ഞതിനും ഒക്കെയുള്ള മറുപടിയായിട്ടാണ് അലീനയെ ബാലേന്ദ്രൻ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. അതോർത്ത് ബാലേന്ദ്രനും ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ അലീനയില്ലാത്ത ഈ വീട് വിളക്കി വെക്കാത്ത വീട് പോലെയാണ് എന്നാണ് ബാലേന്ദ്രൻ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബാലേന്ദ്രൻ എന്ന വ്യക്തി അലീന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നല്ല വില കൽപ്പിക്കുന്നുണ്ട്. നീ മനസ്സിലാക്കുന്നുണ്ടോടി വൈജയ്? ഏത് ഭർത്താവാടി തൻ്റെ ഭാര്യയുടെ അവിഹിതത്തിൽ പിറന്ന കുഞ്ഞിനെ ഇത്രയധികം സ്നേഹിക്കുന്നത്? നീ എവിടെയെങ്കിലും കണ്ടിട്ടോ കേട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച്? നീ എന്തൊക്കെ കാട്ടിക്കൂട്ടി ആ ബാലേന്ദ്രനോട്, എന്നിട്ടും അവൻ സ്നേഹിച്ചില്ലേ നിന്റെ മകളെ? അപ്പോൾ വൈജി ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഏട്ടാ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത്? നിന്നെപ്പോലെ നീച സ്ത്രീ ഉള്ളിടത്ത് എങ്ങനെയാ അയാളെപ്പോലെ ഒരാൾ അലീനയെ വിശ്വസിച്ച് ആ വീട്ടിൽ നിർത്തുന്നത്? നീ തന്നെയല്ലേ പലപ്പോഴും പറഞ്ഞത് അവൾ അവിടെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിൽക്കില്ല എന്ന്. നീ ആ വീട്ടിൽ നിന്നപ്പോൾ പോലും ഒരിക്കൽ പോലും വെളിയിൽ ഇറങ്ങുമെങ്കിലും ചെയ്തോ? അവൾ അവിടെ ഉള്ളിടത്തോളം കാലം വെളിയിൽ പോലും ഇറങ്ങില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയല്ലായിരുന്നോ? അതുപോലെ വഴിതെറ്റിപ്പോയ നിന്റെ മകനെയും മകളെയും എല്ലാം അവൾ പറഞ്ഞ് നേരെയാക്കി എല്ലാവരെയും ഒത്തൊരുമിച്ച് സ്നേഹത്തിൻ്റെ വഴിയിലാക്കിയതിന് ശേഷമല്ലേ അവളിവിടെ നിന്ന് പോയത്? ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമല്ലേ ആ പെൺകുട്ടി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് പോലും. നീയും നിന്റെ മകളും അവളോട് കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയായിരുന്നു? അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓരോന്നും ഓർത്തെടുത്ത് ഗംഗേട്ടൻ വൈജയെ കുത്തി നോക്കുന്നുണ്ട്. ഗംഗേട്ടൻ്റെ ദേഷ്യമൊക്കെ കണ്ടിട്ട് മാലതി വീണ്ടും പറയുന്നുണ്ട്, മതി ഗംഗേട്ട, നിർത്ത്. ഈ സമയത്താണ് പുറത്ത് ബാലേന്ദ്രൻ്റെ കാർ വന്ന് നിൽക്കുന്നത്. ജനലിൽ കൂടി ഗംഗേട്ടൻ ബാലേന്ദ്രൻ്റെ കാർ കയറി വരുന്നത് കാണുന്നുണ്ട്. ഗംഗേട്ടൻ വൈജയോട് ചോദിക്കുന്നുണ്ട്, അല്ല വൈജയ്, ഇനി ഞാൻ അവനോട് എന്തു പറയും? നീ സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് ബാലേന്ദ്രൻ അറിയുമ്പോൾ അവന് എങ്ങനെയായിരിക്കും ഈ കാര്യത്തിനോട് പ്രതികരിക്കുന്നതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. വൈജ പറയുന്നുണ്ട്, ഞാൻ പറയാം ഗംഗേട്ട ബാലേന്ദ്രനോട്. ആ ബാലേന്ദ്രൻ്റെ കാലിൽ പിടിച്ച് മാപ്പ് പറയാം ഞാൻ. എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണമെന്ന് ഞാൻ കേണപേക്ഷിക്കാം. ചെയ്തു പോയ എല്ലാ അപരാധങ്ങൾക്കും ബാലേന്ദ്രൻ എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോട്ടെ. എല്ലാം ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അലീനയെ എനിക്ക് വേണം. എനിക്കറിയില്ല വൈജയ്, ഇതെങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന്. ബാലേന്ദ്രനോട് പോലും ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എന്താണ് ഞാൻ അയാളോട് പറയേണ്ടത്? നിന്നോട് എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞെന്നോ? നീ എന്താണ് അയാളോട് പറയാൻ പോകുന്നത്? അലീന തൻ്റെ മകളാണെന്നോ? നീ എല്ലാ സത്യവും മനസ്സിലാക്കിയെന്നോ? എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് ബാലേന്ദ്രൻ. ബാലേന്ദ്രൻ അകത്തേക്ക് വന്ന് സെർവന്റിനോട് സംസാരിക്കുന്ന കേൾക്കുന്നതും ഗംഗേട്ടനും മാലതിയും ഈ പറയുന്നതൊക്കെ നിർത്തുകയാണ് കേട്ടോ. ഗംഗേട്ടൻ ബാലേന്ദ്രൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. ഗംഗേട്ടൻ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അല്ല ബാലേന്ദ്രനോ? എന്താ ബാലേന്ദ്ര പെട്ടെന്ന് ഇങ്ങോട്ട്? ഒന്നൊന്നുമില്ല ഗംഗേട്ട, സ്ഥിരമായിട്ട് ഞാനിപ്പോൾ അവിടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഗോവർദ്ധൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. പിന്നെ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും അലീനയുടെ കാര്യങ്ങളും ഒക്കെ ആലോചിച്ച് ഞാൻ ഇച്ചിരി ഇതായിരുന്നു. പല തീരുമാനങ്ങളും എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഗംഗേട്ടൻ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ ചോദിക്കുകയാണ്, അല്ല അതെന്താ ബാലേന്ദ്ര തീരുമാനങ്ങളൊക്കെ എടുക്കണമെന്ന്? എന്ത് തീരുമാനം?
അതെന്താണെങ്കിലും ഞാനത് ഗംഗേട്ടനോട് പിന്നീട് പറയാം. അതെന്താണോ താൻ അങ്ങനെ പറയുന്നത്? എന്ത് തീരുമാനമാണെങ്കിലും എല്ലാവരും അറിഞ്ഞു വേണ്ടേ ചെയ്യാൻ? അത് വേറൊന്നുമല്ല ഗംഗേട്ട, ആ സ്വർണ്ണക്കട അത് അലീനയുടെ പേരിൽ എഴുതി കൊടുത്താലെന്ന് ആലോചിക്കുന്നത്. അവൾ അത് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോട്ടെ. അവൾക്ക് സപ്പോർട്ടായിട്ട് എല്ലാത്തിനും ഗോവർദ്ധൻ കൂടെ കാണുമല്ലോ. പിന്നെ അവളെ വിവാഹം ചെയ്ത് കൊടുക്കണം. അവളുടെ വിവാഹത്തിനും ഒരു കുറവും വരുത്താൻ പാടില്ല. ഒരു സ്വർണ്ണക്കടക്കാരിയായിട്ട് തന്നെ നമുക്ക് അവളെ കെട്ടിച്ചയക്കാമല്ലോ എന്നിങ്ങനെ പറയാണ്. ഗംഗേട്ടന് ആകപ്പാടെ അതിശയം തോന്നുകയാണ്. തൻ്റെ കോടിക്കണക്കിന് ആസ്തിയുള്ള സ്വർണ്ണക്കട തന്നെ എഴുതി കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ബാലേന്ദ്രനെ നോക്കി ഗംഗേട്ടന് അതിശയം വരികയാണ്. ഗംഗേട്ടൻ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവമേ, ഈ മനുഷ്യനെയാണല്ലോ എല്ലാവരും കൂടെ ഇങ്ങനെ ചതിച്ചത്. അകത്തിരുന്ന് ഇതെല്ലാം കേട്ട വൈജയന്തി മുഖം പൊത്തിപ്പിടിച്ച് ശബ്ദം പുറത്തു വരാത്ത രീതിയിൽ പൊട്ടിക്കരയാണ്. മാലതിയും അവളുടെ തോളിൽ തട്ടി സമാധാനിപ്പിച്ചുകൊണ്ട് അരികെ തന്നെ നിൽപ്പുണ്ട്. മാലതി പറയുന്നുണ്ട്, ഇനിയെങ്കിലും നീ നിന്റെ കരച്ചിലൊന്നും നിർത്തി വൈജ്. എത്ര നേരമായി തുടങ്ങിയിട്ട്? ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ വല്ല അസുഖവും പിടിക്കും. നീ കരയുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ഏട്ടത്തി കേൾക്കുന്നില്ലേ ഇതെല്ലാം? ഞാൻ പ്രസവിച്ച എൻ്റെ മകൾക്ക് ഒരു മുട്ടുസൂചി കൊണ്ട് പോലും ഒരു ഉപകാരം ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്നിട്ടും ഈ അച്ഛനെയും മകളെയും കുറിച്ച് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്? ഈശ്വര, ഈ പാപമൊക്കെ ഞാൻ എവിടെ ചെന്ന് കഴുകിക്കളയും? വൈജെ, ഇതൊക്കെ ദൈവം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ തരണം ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയേ പറ്റൂ. ഇനിയും എന്തെല്ലാം തരണം ചെയ്യാൻ കിടക്കുന്നു? നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ മാത്രമാണ് ഈ കാര്യം അറിയാൻ വൈകിപ്പോയത്. നിന്റെ 3 മക്കൾക്കും അലീന ആരാണ് എന്നുള്ള കാര്യം അറിയാം. കാരണം അവർക്ക് അലീന സ്വന്തം ചേച്ചി തന്നെയാണ്. അലീനയോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് മാത്രമാണ് രോഹിത് ഓരോന്നും ചെയ്യുന്നത്. ബബിതയും അങ്ങനെ തന്നെ. കൃഷ്ണമോള് നേരത്തെ അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ വൈജു പറയുന്നുണ്ട്, എനിക്ക് അലീനെ ഒന്ന് കാണണം. ഒന്ന് കണ്ടാൽ മാത്രം മതി. അതിനെങ്കിലുമുള്ള അനുവാദം നിങ്ങൾ എനിക്ക് തരുമോ? ഒന്ന് കൊണ്ടുപോയെടുത്ത് എന്നെ അങ്ങോട്ടേക്ക്. ആ സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് വേണമെന്നില്ല, വേറെ എവിടെയെങ്കിലും വെച്ചാണേലും കുഴപ്പമില്ല. എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി. എനിക്ക് അവളെ മോളെ എന്നൊന്ന് വിളിക്കാനാണ്. ഞാൻ ചെയ്തു പോയ തെറ്റിന് അവളോട് മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അവൾ എന്നെ അമ്മയെന്നൊന്ന് വിളിച്ചോട്ടെന്ന് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും അതിൻ്റെ അർത്ഥം എനിക്കറിയില്ലായിരുന്നു. അതൊന്നും മനസ്സിലാക്കാൻ പോലും നിൽക്കാതെയാണ് ഞാൻ അവളോട് ഓരോന്നും പെരുമാറിയത്. എന്നാൽ ഇപ്പുറത്ത് ഗംഗേട്ടന് ബാലേന്ദ്രനോട് ഇതെല്ലാം തുറന്ന് സംസാരിക്കണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഗംഗേട്ടൻ്റെ മുഖത്തു നിന്ന് തന്നെ ഗംഗേട്ടന് തന്നോടെന്തോ പറയാനുണ്ടെന്ന് ബാലേന്ദ്രന് മനസ്സിലാകുന്നുണ്ട്. ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല ഗംഗേട്ടന് എന്നോടെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? എന്തുണ്ടെങ്കിലും തുറന്ന് പറയാം. ഏട്ടൻ്റെ മുഖത്ത് ഈയൊരു വലിയ മനപ്രയാസം വേണ്ട. നിങ്ങളെന്നോട് പറയാത്തതും മറച്ചു വെച്ചതുമായ കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിച്ചതല്ലേ. ഇനിയും വേണം ഈ ഒളിച്ചുകളി. എന്താണെങ്കിലും ഗംഗേട്ടൻ എന്നോട് ചോദിച്ചു. അല്ല ബാലേന്ദ്ര, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താണ് ബാലേന്ദ്രൻ്റെ ഉദ്ദേശം? ഈ പോക്ക് ഇങ്ങനെ പോയാൽ മതിയോ? അപ്പോൾ മനസ്സിലാകാത്ത രീതിയിൽ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താണ്? നീ അലീനെ സ്റ്റാൻലിക്കൊപ്പം പറഞ്ഞു വിട്ടു. നീ തന്നെ പറയുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ തിരിച്ചു വരുമെന്ന്. ഇതൊക്കെ കൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കൂടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ബാലേന്ദ്രൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നെ അറിയണമെന്നുണ്ടോ ഗംഗേട്ട? അതൊക്കെ കണ്ടറിയുന്നതല്ലേ അതിലും നല്ലത്. എന്താണെങ്കിലും നീ എന്നോടും കൂടെ ഒന്ന് പറ, എന്താണ് നീ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതെന്ന്. അല്ലെങ്കിൽ അത് പോട്ടെ, ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം വൈജ നിന്നോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അതോ നീ എങ്ങനെയായിരിക്കും തിരിച്ച് വൈജയോട് പെരുമാറുക? അല്ല, ഈ ഗംഗേട്ടന് ഇതെന്താ പറ്റിയേ? ഒരു അന്തമൊന്നുമില്ലാതെ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത്? അല്ല ബാലേന്ദ്ര, മറ്റൊന്നുമല്ല. ഞങ്ങളോട് വൈജു ചോദിച്ചു സ്റ്റാൻലി വന്നത് പോയതും എന്തിനാണെന്നും അതേപോലെ അലീനെ അയാൾ കൊണ്ടുപോയത് എന്തിനാണെന്നും ഒക്കെ. എനിക്ക് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ. എന്താണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത്? ഇതിനെല്ലാം മറുപടിക്കും ഉത്തരം പറയേണ്ട അവസ്ഥ എനിക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഞാൻ വൈജയോട് എന്ത് മറുപടിയാണ് പറയേണ്ടത്? നീ അതിനൊരു മറുപടി എനിക്ക് തന്നാൽ ഞാൻ അതുപോലെ നിൽക്കാം. അല്ലാതെ ഈ ഒളിച്ചുകളി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല ബാലേന്ദ്ര. ഞാൻ വൈജയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയട്ടെ. നിനക്ക് എല്ലാം തന്നെ അറിയാമെന്ന് വൈജയ്ക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇനിയും ഇതെല്ലാം മറച്ചു വെച്ചിട്ട് എന്താണ് കാര്യം? ഇതെല്ലാം റൂമിനകത്ത് നിന്ന് കേൾക്കുന്ന വൈജയന്തിയും മാലതിയും അപ്പം വെളിയിലേക്ക് വരുവാണ്. ഇത് കണ്ട് ബാലേന്ദ്രനും ഗംഗാധരനും ഒക്കെ വൈജയന്തിയെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് വൈജയന്തി ഓടി വന്ന് ബാലേന്ദ്രൻ്റെ കാൽക്കൽ വീണ് കൈകൂപ്പി മാപ്പ് പറയുന്നുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവർ രണ്ടുപേരും പരസ്പരം നോക്കി സംസാരിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു ഭാവമാറ്റമാണ് വൈജയന്തിയിൽ ബാലേന്ദ്രൻ കാണുന്നത്. ബാലേന്ദ്രൻ പണ്ട് മക്കളോട് പറഞ്ഞിട്ടുണ്ട്,
വൈജയന്തിയോട് തനിക്ക് ആരാധനയായിരുന്നു എന്നും അത് ഈ വൈജയന്തിയോടല്ല എല്ലാവരോടും ചിരിച്ച് സന്തോഷത്തോടെ കരുണയോടുകൂടി സംസാരിക്കുന്ന മറ്റൊരു വൈജയന്തി ഉണ്ടായിരുന്നു. ആ വൈജയന്തിയോട് എന്നൊക്കെ ബാലേന്ദ്രൻ കൃഷ്ണമോളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അപ്പോൾ ബാലേന്ദ്രന് പഴയ ആ വൈജയാണ് കാണാൻ കഴിഞ്ഞത്. അവർ ആ നിൽപ്പിൽ തന്നെ പരസ്പരം കണ്ണുകൾ കൊണ്ട് ഓരോന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആ നോട്ടം വെട്ടിച്ച് ബാലേന്ദ്രൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വൈജയന്തി അവൻ്റെ കൈകൾ കയറി പിടിക്കുകയാണ്. ബാലന് എന്നോടൊന്നും ചോദിക്കാനില്ലേ എന്ന് ചോദിക്കുകയാണ്. ഒരു നിമിഷം ബാലേന്ദ്രൻ തിരിഞ്ഞു നിൽക്കുകയാണ്. കാരണം ബാലൻ എന്നുള്ള ആ വിളി പോലും അവനിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ആ വിളി കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ ബാലേന്ദ്രന് എന്തോ പോലെ തോന്നുകയാണ്. ബാലേന്ദ്രൻ്റെ ഉള്ളിൽ എന്തോ ഒരു തണുത്ത് കാറ്റ് വീശിയതുപോലെ ഒരു ഇതുണ്ടാകുകയാണ്. എന്നിട്ടും മുഖത്തെ ആ ഗൗരവഭാവം വിട്ടുകളയാതെ തന്നെ ബാലേന്ദ്രൻ നിൽക്കുകയാണ്. രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് വൈജ ബാലേന്ദ്രനോട് ചോദിക്കുകയാണ്, എൻ്റെ മകളെ എനിക്ക് തിരിച്ചു തരുമോ ബാലേട്ടാന്ന്. അപ്പോൾ എന്നൊന്നില്ലാത്ത ഒരു അതിശയഭാവത്തോടു കൂടി ബാലേന്ദ്രൻ വൈജയെ നോക്കുകയാണ്. ബാലേന്ദ്രൻ എന്തായിരിക്കും മറുപടി എന്നുള്ള ചിന്തയിലാണ് ഗംഗേട്ടനൊക്കെ നോക്കി നിൽക്കുന്നത്. എന്നാൽ പക പോക്കുന്നത് പോലെ ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, നീ എന്താ വൈജയെ പറഞ്ഞത്? നിനക്ക് എന്ത് തിരിച്ചു തരുമോന്നാണ് നീ ചോദിച്ചത്? എൻ്റെ 3 മക്കളെ നിനക്ക് ഞാൻ തന്നില്ലേ, ഇനി ആരെ തരുമോന്നാണ് നീ ചോദിച്ചത്? എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് വൈജയന്തി ബാലേന്ദ്രൻ്റെ കാൽക്കൽ വീഴുകയാണ്. തന്നോട് കേണപേക്ഷിക്കുന്ന പോലെ വൈജയന്തി അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് പറയാണ്, എന്നോട് ക്ഷമിക്കണം ബാലേന്ദ്ര. ഞാൻ പറഞ്ഞതാണ് ഇവരോട്, എനിക്ക് ഇനിയൊരാളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ പറ്റില്ല എന്ന്, എനിക്ക് കഴിയില്ല എന്ന്. പക്ഷേ എല്ലാവരും കൂടി ഓരോന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ്. ബാലേന്ദ്രൻ എന്ന വ്യക്തിയുടെ ഭാര്യ ആയതിനു ശേഷം ഞാൻ കളങ്കപ്പെട്ടിട്ടില്ല ബാലേട്ട, എന്നെ വിശ്വസിക്കണം. നിങ്ങളുടെ 3 മക്കളെ മാത്രം വിചാരിച്ച് ജീവിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളെല്ലാവരും കൂടിയാണ് അവളെ എൻ്റെ മുന്നിലേക്ക് ഇട്ടത്. ആ കുട്ടിയോട് ഞാൻ എന്തെല്ലാം ദ്രോഹമാണ് ചെയ്തു കൂട്ടിയത്. ഇനിയുള്ള കാലമെങ്കിലും ഞാൻ അവളുടെ അമ്മയായിട്ട് ജീവിച്ചോട്ടെ ബാലേട്ട എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഗംഗേട്ടനും മാലതിക്ക് പോലും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഗംഗേട്ടന് അച്ഛനോടും അമ്മാവനോടും ആരോടും ഒക്കെ ദേഷ്യം തോന്നുകയാണ്. തൻ്റെ പെങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയപ്പോൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ എന്നോർത്ത് അവളതിൻ്റെ പേരിൽ അവനോട് പല കുറ്റബോധവും തോന്നുകയാണ്. എന്തായാലും ബാലേന്ദ്രൻ ഇതിനൊക്കെ മറുപടി എന്തായിരിക്കും പറയുന്നതെന്നുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും നോക്കി നിൽക്കുന്നത്. എന്നാൽ തൻ്റെ കാൽക്കൽ വീണ് കരയുന്ന വൈജയെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാനോ ഒന്ന് മാറ്റി നിർത്താനോ പോലും ബാലേന്ദ്രൻ തയ്യാറായില്ല. ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ മാറി നിന്നിട്ടാണ് ചോദിക്കുന്നത്, അല്ല വൈജയ് നീ ആരെ വേണമെന്നാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എല്ലാം മനസ്സിലായിട്ടും വീണ്ടും വീണ്ടും ബാലേന്ദ്രൻ ആ ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വൈജയന്തിയുടെ നാവിൽ നിന്ന് തന്നെ അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, വൈജയ് ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത്, നിനക്ക് ആരെ വേണമെന്നാണ് നീ പറയുന്നത്? ഇതെല്ലാം കേട്ട് വൈജയ്ക്ക് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. താൻ എങ്ങനെയാണ് ബാലേന്ദ്രനോട് ഇതിന് മറുപടി പറയുക? താൻ വിവാഹത്തിന് മുമ്പ് പ്രണയിച്ച് നടന്ന സമയത്ത് തനിക്കുണ്ടായ കുട്ടി ഇപ്പോൾ ബാലേന്ദ്രൻ്റെ കയ്യിലാണുള്ളത്. ബാലേന്ദ്രൻ തൻ്റെ ഭർത്താവാണ്. ആ കുഞ്ഞിനെ വേണമെന്നാണ് ഒരു ഭർത്താവിനോട് ഭാര്യ പറയാൻ പോകുന്നത്. ഈ അവസ്ഥ താൻ എങ്ങനെ തരണം ചെയ്തു പോകുമെന്ന് വൈജയ് ഇങ്ങനെ ആലോചിച്ചു പോവുകയാണ്. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടാണ് വൈജയന്തി നിൽക്കുന്നത്. എന്നാൽ വൈജയെ ചിന്തയിൽ നിന്ന് ഉണർത്താനെന്നോണം ബാലേന്ദ്രൻ വീണ്ടും ഉറക്കെ ചോദിക്കുന്നുണ്ട്, വൈജയ് നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത്, നിനക്ക് ആരെയാണ് ഞാൻ തിരിച്ചു തരേണ്ടത്? ബാലേന്ദ്രൻ്റെ ഒച്ചത്തിലുള്ള ആ സംസാരത്തിൽ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവാണ്. ഗംഗേട്ടനെ നന്നായിട്ട് അറിയാമായിരുന്നു ബാലേന്ദ്രൻ ഇങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന്. താൻ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണെന്ന്. ഗംഗേട്ടൻ ഒരു നിമിഷം പേടിച്ച് നെഞ്ചിൽ കൈവച്ച് നിൽക്കുന്ന ബാലേന്ദ്രൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. മറു കൈകൊണ്ട് ബാലേന്ദ്രൻ ഗംഗേട്ടനെ തടഞ്ഞുകൊണ്ട് പറയാണ്, വേണ്ട ഗംഗേട്ട, ഇങ്ങോട്ട് വരണ്ട. ഇനി തകരാനായിട്ട് എനിക്ക് വേറെ ഹൃദയമൊന്നുമില്ല. ഒരിക്കൽ ഇവൻ തകർത്തു, ഇപ്പോൾ മറ്റൊരിക്കൽ എൻ്റെ മകനും. ഇനി തകരാനായിട്ട് അതിൽ ഒന്നുമില്ല, അത് കരിങ്കല്ലായി. ഇനിയൊരു തകർച്ച എൻ്റെ ഹൃദയത്തിന് വരില്ല. ഇനി തകർന്നാൽ അത് അവസാനമായിരിക്കും എൻ്റെയും. ഒന്നും പറയാനാവാതെ വൈജ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, വൈജയ് നിന്നോടാണ് ചോദിച്ചത്, നിനക്ക് ഞാൻ ആരെയാണ് തിരിച്ചു തരേണ്ടത്? നീ നിന്റെ നാവുകൊണ്ട് തന്നെ പറ, എനിക്കത് കേൾക്കണം. ഞാൻ ആരെയാണ് നിനക്ക് തിരിച്ചു തരേണ്ടത്? എന്തു പറയണമെന്നറിയാതെ മിഴിച്ചു നിൽക്കുകയാണ് വൈജ. വൈജയന്തി ആകെ വല്ലാത്തൊരു പ്രതിസന്ധിയിലായി. ഒരു മറുപടിയുമില്ലാതെ ഇരിക്കുന്ന വൈജ കണ്ടിട്ട് ബാലൻ പറയുകയാണ്, നിനക്ക് ഇതിന് മറുപടി പറയാൻ ഒന്നുമില്ലെങ്കിൽ വേണ്ട, എന്നെങ്കിലും ഇതിന് ഉത്തരം തരാൻ പറ്റുന്ന സമയത്ത് നീ എന്നെ വിളിക്ക്, അപ്പോൾ ഞാൻ വരാം. ഇപ്പോൾ ഞാൻ പോകുന്നു.
എന്തുവെന്ന് പറയണമെന്നറിയാതെ ആകെ മിഴിച്ച് ബാലേന്ദ്രനെ നോക്കി നിൽക്കുന്ന വൈജിയാണ് കാണിക്കുന്നത്.